പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. അടിയന്തരമായും തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ അയാളെ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും BJPയും തയ്യാറാവുക. ഇപ്പൊ ഇന്ന് കോഴിക്കോട് ചെയ്തിരിക്കുന്നത് RSSന്റെ കുറെ ഗൂണ്ടകളെ കൊണ്ടുവന്ന് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് കുടികെട്ടി പാർപ്പിച്ചിരിക്കുകയാണ്. എവിടത്തേക്കാണ് ഈ ഗവർണർ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് അങ്ങേയറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ് ഈ ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ നാടിനാകെ അപമാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, യൂണിവേഴ്സിറ്റികൾക്ക്, സർവകലാശാലകൾക്ക് അങ്ങേയറ്റം അപമാനകരമാണ് ഈ ഗവർണർ. ഗവർണർ ചാൻസലറാണ്. ഇദ്ദേഹമാണ് ചാൻസലറെങ്കിൽ എങ്ങനെ ഈ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടും? നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും പല ഗവർണർമാർക്ക് നിയമ നടപടി, അതായത് സുപ്രീം കോടതി പോലും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ആലോചന ഉണ്ടല്ലേ? അല്ല, ഇത് ജനങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടുകളും അദ്ദേഹം എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാറ്റിനും കോടതിയെ ഇദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ വേണ്ടി കോടതി പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ കോടതി പോകാൻ പറ്റുമോ? അതെല്ലാം ബന്ധപ്പെട്ട BJP ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, ഈ ഗവർണർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന RSS BJPക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരാണ് ഈ ഗവർണറെ ഇങ്ങനെ വഷളാക്കുന്നത്. എല്ലാം കൂടി കേരളത്തെ അപമാനിക്കാൻ ഇവരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരള ജനത ഇത് മനസ്സിലാക്കും, ഇന്ത്യൻ ജനത മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം കൂടി ആലോചിച്ച് നോക്കി എന്താണ് ഇതിന് പരിഹാരം. മറ്റൊരു കാര്യം കൂടി, CMന്റെ ഗൺമാന്മാര്, പ്രത്യേകിച്ച് രണ്ടുപേര്, അനിലും സഞ്ജുവും, ഇത് വളരെ ക്രൂരമായ രീതിയിൽ സമരക്കാരൻ വർദ്ധിക്കുന്നതിന്റെ ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. അതൊരു ശരിയായ രീതിയാണ്. ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ് അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആർക്കാണോ സുരക്ഷിതത്വം കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അവർ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ്. എനിക്ക് ഗവൺമെന്റ് ഉണ്ട്, ആ ഗവൺമെന്റ് എന്നെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. എനിക്ക് നേരെ വരുന്ന അക്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു വന്നത് ആരാ? ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ. RSSന്റെ ഗുണ്ടകളെ സർവകലാശാല ക്യാമ്പസിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് ഗവർണർ എന്ന് ഉള്ള ആരോപണം LDF കൺവീനറുടെ ഭാഗത്തുനിന്ന്. BJP ആണ് ഈ രീതിയിൽ, BJPയും RSSും കൂടിയാണ് ഈ രീതിയിൽ ഗവർണറെ അഴിച്ചുവിടുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ